എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ബേക്കറികളിൽ പാക്കറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേരള സ്റ്റൈൽ മിക്സ്ചറാണ്. അപ്പോൾ നമുക്ക് മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് കടലപ്പൊടി, അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് എന്ന് പറയും, അതാണ് എടുത്തിട്ടുള്ളത്. 250 ml ആണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സർ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഇടിയപ്പപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് കൂടുതൽ വേണ്ടവർ എരിവുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മിക്സറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് കായപ്പൊടി. അതൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി എന്തായാലും പോരാഴ്ക ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു 1/4 കപ്പ് ഒന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് കിടക്കുന്ന സാധനമാണ് ബൂന്തി. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളം എന്ന് പറയുന്നത് ഓരോ മാവിനനുസരിച്ചിനും വ്യത്യാസപ്പെട്ടിരിക്കാം. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നും അല്ല, നോർമൽ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് കട്ടിയായിരിക്കും ഈ മാവ്, ഗോതമ്പ് പൊടി പോലെ അല്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചൊരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ചെയ്ത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് കുറച്ച് ഹാർഡാണ്, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇതുപോലൊരു സോഫ്റ്റ് മാവാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുഴുവൻ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് റോസ്റ്റഡ് ഗ്രാം, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടുകടല എന്ന് പറയും. ഇത് കറുത്ത കടല റോസ്റ്റ് ചെയ്തതാണ്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇത് കടലപ്പരിപ്പല്ല, ഇത് പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കുന്ന പൊട്ടുകടലയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി വേണം. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, എത്ര പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതും, പിന്നെ കുറച്ച് കറിവേപ്പില. അത്രയാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ബൂന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു കട്ടിയിലുള്ളൊരു മാവായിട്ട് എടുക്കണം. നമ്മൾ ലഡുവിനൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് കട്ടിയിലാണ് ഈ ബൂന്തിയുടെ മാവ് വേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ഉണ്ടയായിട്ട് കിട്ടുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബൂന്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ എണ്ണയിലേക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പം എല്ലാത്തിനും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറി ലീവ്സ് ആദ്യം തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. കറി ലീവ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് പോലും വേണ്ട. അതിന് മുന്നായിട്ട് ഇത് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അധികമായിട്ടുള്ള എണ്ണ കുടിക്കാനാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 3 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിട്ട് കൊടുത്തു. ഈ വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഈ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. നമുക്ക് പിന്നീട് ഈ വെളുത്തുള്ളി എടുത്ത് മാറ്റാം. ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടുകടല ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്താൽ പലതിൻ്റെയും മൂപ്പ് പല ഇതിലാണ്. അപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്യാം. പൊട്ടുകടലയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, ഒരുപാട് സമയമൊന്നും വേണ്ട. ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അതുപോലെ തന്നെ കപ്പലണ്ടിയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. എണ്ണ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കപ്പലണ്ടി റെഡിയാകും. അപ്പോൾ കപ്പലണ്ടി നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാം നമ്മൾ വറുത്ത് കോരി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സേവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സേവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സേവനാഴി ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. പ്രസ്സറുണ്ട്, ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ നമ്മൾ ഇതുപോലെ ചെറിയ ഹോളുള്ള അച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം, മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട, ഒരു 1/4 ഭാഗം വരെ നിറച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതുപോലെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. പുറമേ ഒരുപാട് ഓവർലാപ്പ് ചെയ്യാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് കുത്തി നിറക്കിയതപ്പം ഇതിൻ്റെ ഉൾഭാഗം വേവില്ല. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. അപ്പം ഒരു സൈഡ് ഒന്ന് കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ മിക്സറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലാണ്. ഇത് ഒരുപാട് ഫ്രൈ ആയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സറിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ അരിപ്പൊടി ഇടുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കൊടുക്കുക. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ സേവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കളർ ഒരുപാട് മാറരുത്, ഗോൾഡൻ കളർ തന്നെ വേണം. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചീനച്ചട്ടി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചീനച്ചട്ടിയാണ്. അടി നല്ല കട്ടിയാണ്, കരിഞ്ഞൊന്നും പോകാത്ത ടൈപ്പാണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇനി നമുക്ക് ബൂന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് സേവ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി മാവ് ഒരു കിഴുത്തുള്ള ഇതുപോലെ ഒരു തവിയിലൂടെ ഒന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കുക. നമ്മൾ ലഡുവിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ബൂന്തി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബൂന്തി ഇടേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ നിങ്ങൾക്ക് സേവ് ആക്കി എടുത്താലും മതി. അപ്പോൾ കുറേശ്ശെ ബൂന്തി ഇടുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ ബൂന്തിയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും. അതുപോലെ നിങ്ങൾ ഇത് നോക്കണം എടുക്കുന്നതിന് മുന്നേ ഇത് ക്രിസ്പി ആയോ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മിക്സറിൽ ഇടുമ്പോൾ മിക്സർ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഉറപ്പ് വരുത്തണം. ബൂന്തി ആയാലും അതുപോലെ സേവ് ആയാലും എല്ലാം നല്ല ക്രിസ്പി ആയിരിക്കണം. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബൂന്തി, കപ്പലണ്ടി, പൊട്ടുകടല, കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ തന്നെ സേവ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് മിക്സ്ചർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു വീതിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേവ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്യാമെന്ന് പറയുമ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കൈവച്ചിട്ട് ഒന്നാക്കുമ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും. അപ്പോൾ മിക്സറിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമുക്കിത് ആക്കിയെടുക്കാം. എന്നിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വലുതായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ബലം പ്രയോഗിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്കൊന്ന് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് തണുത്തിരിക്കുന്നത് നമുക്ക് എടുത്തങ്ങ് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ അത് കിടന്ന് മിക്സ്ചർ ചിലപ്പോൾ ചീത്തയാകും, ഒരുപാട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഒരു പണി കൂടി ഉണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് കായം. ഇനി നമുക്കിതിലൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളിയുടെ പൊടി അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ പൊടി ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മിക്സ്ചറിന്. അത് ഓപ്ഷണലാണ്. മുളക് പൊടിയും കായവും ഉപ്പും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുപ്പ് നമ്മൾ കഴിച്ച് നോക്കുക. ഉപ്പ് ഒരുപാട് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കറക്റ്റായിട്ടാണ് ഉപ്പിട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഒരു നുള്ളുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പൊടി അവസാനം ഇതിൽ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ, മിക്സ് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതേപോലെ തന്നെയാണ് കാണാനും, അതുപോലെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. സേവിനൊക്കെ നല്ല കറിവേപ്പിലയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും നല്ലൊരു ഫ്ലേവറുള്ള അടിപൊളി മിക്സ്ചറാണ്. ഇത് കഴിക്കുന്നവരാരും പറയില്ല ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്